ഞാൻ അങ്ങോട്ടോ പോകുമ്പോഴേക്ക് വിളു തൊട്ടോക്ക് എന്ത് കളിയാണ് കളിക്കല് നൂലോളിക്കാനൊന്നും പറഞ്ഞതല്ല. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ. പിന്നെ എനിക്കിന്ന് കുറച്ച് ക്ഷീണമൊക്കെ കുറവുള്ളപ്പോൾ ഞാൻ ഷെഫിനോട് പറഞ്ഞു ഞാൻ എടുക്കാം വീഡിയോ, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിക്കണം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു കരുപ്പുണ്ട് കേട്ടോ, അത് നോക്കണ്ട. എല്ലാം ഒന്ന് റെഡി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഷെഫിനോട് പറഞ്ഞിരിക്കുന്ന ബിരിയാണിയൊക്കെ തിന്നാൻ തോന്നുക, അല്ലെ നാടൻ ഭക്ഷണത്തിനോട് തന്നെ അതിനല്ലോ ഇഷ്ടം. അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് കുറച്ച് ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാമെന്ന് ഞങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. പിന്നെ ഇപ്രാവശ്യം കാണിക്കാൻ പോയപ്പോൾ കുറേ ഗുളികകൾ തന്നു കേട്ടോ, നല്ല പൈസ അയക്കുന്നു ഗുളികക്കൊക്കെ. ഈ ആഴ്ചയിൽ വെക്കുന്ന ഇഞ്ചക്ഷൻ ഇനി എടുക്കണ്ട, ഗുളിക കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഷെഫിയും മുബാസും കൊണ്ട് ഇവിടെ ഇങ്ങനെ എന്തോ ചർച്ചയല്ല, എന്താ നടക്കാത്ത എന്തോ ബിസിനസ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ തോന്നുന്നു. എന്താ വെച്ചേ ഇത് ആലോചിക്കണേ, ഇവരെന്തോ നടക്കാത്ത എന്തോ വലിയ ബിസിനസ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുക. വീഡിയോ എടുക്കാനൊക്കെ റെഡിയായി നിന്നതായി. അപ്പൊ പിന്നെ എന്താണ് ഇന്നത്തെ പരിപാടികൾ? നമ്മളെ ഞാൻ പറഞ്ഞ ബിരിയാണി ഒക്കെ ക്യാമറ പിടിക്ക് ആവുന്നൊക്കെ വലിയ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എടുത്തതായിരുന്നു. കെടുപ്പ് വരുന്നുണ്ട്. ബിരിയാണി വെക്കുകയാണോ? അല്ല ഷെമിയ എത്ര ദിവസം ഇനി കിച്ചണിൽ കേറിയിട്ട്? കിച്ചണിൽ ഞാൻ കേറലുണ്ട് കേട്ടോ. ഇവൻ എന്തേ എങ്ങോട്ട് വാ, എത്ര ദിവസമായി ഷെമി കിച്ചണിൽ കേറിയിട്ട് ഞാൻ അങ്ങനെ ചോദിക്കുക. ഇതുവരെ ഞാൻ നല്ല നല്ല ഫുഡുകൾ അതിന് കഴിച്ചതൊക്കെ. ഇന്നിപ്പോ ഷെമി കിച്ചണിൽ കയറി കഴിഞ്ഞിട്ട് എന്നെ സഹായിച്ചു കഴിഞ്ഞിട്ട് വെറുതെ എന്തിനാ, ഞാൻ നല്ലവണ്ണം ഹോട്ടലിലവിടെ പോയി കഴിച്ചോളൂല്ലേ. നോമ്പൊക്കെ വരുന്നത് ഇനിയെങ്കിലും ഇനി നന്നായിക്കോ. ഞാൻ റെഡിയായി, ഞാൻ നന്നായി. ഞാൻ ഇനി കച്ചറകളൊന്നുമില്ല. ഇപ്രാവശ്യം പിന്നെ ന്യൂ ഇയറിന്റെ അന്ന് ജനുവരിക്ക് ഇവ നന്നാവുന്നു. ഇനിയിപ്പോ ഏതായാലും നോമ്പാകട്ടെ. അല്ല, നോമ്പ് വരെ കളിക്കും. എല്ലാരും ഉള്ള പ്രശ്നത്താ, എല്ലാരും പറയുന്നതാ അറിയോ, പിന്നെ വരുന്ന നോമ്പിന് ഇനി നോമ്പ് നാളെ തൊട്ട് അല്ല, ഞാൻ നാളെ തൊട്ടില്ല, ഞാൻ നോമ്പ് മുതലാ തൊടാൻ വിചാരിച്ചു. ഈ നോമ്പ് മുതൽ ഞാൻ വേറെ മനുഷ്യനായിരിക്കുന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും. പക്ഷെ എന്നാലും നമുക്ക് നടക്കൂല. കിച്ചണിൽ ഞാൻ കയറലുണ്ട്, ഞാൻ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കലേ അല്ല. മെനിയാന്ന് കഴിഞ്ഞ ദിവസം കാണിക്കാൻ പോയപ്പോ ഫുഡ് പുറത്തുനിന്ന് വാങ്ങി. മെനിയാന്ന് 2 വർഷം മുന്നാണല്ലോ. 2 വർഷം ഡയലോഗ് പുറത്തുനിന്ന് ഞാൻ ഫുഡ് വാങ്ങിക്കലേ അല്ല, മെനിയാന്ന് ഞാൻ പുറത്തുനിന്ന് എനിക്ക് തിന്നാൻ ഇഷ്ടമല്ലായിട്ട്. അപ്പൊ എന്തായി, പിന്നെ ഞാൻ ഫുഡ് കഴിക്കാനൊക്കെ സന്തോഷായി. പിന്നെ ഈ ഫുഡ് കഴിക്കാത്ത എന്ത് കഴിക്കാൻ ഞാൻ കിച്ചണിൽ കയറല്ലേ, കിച്ചണിൽ കയറല്ല എന്നൊക്കെ പറയുമ്പോ അധികം ഒരു വിഷമോ. നല്ല സിമ്പിൾ ആയിട്ടൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. അത് വേണ്ട, പക്ഷെ ടേസ്റ്റ് ഉണ്ടാക്കിയോട്ടെ. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾ പുറത്തുനിന്ന് എവിടെയെങ്കിലും കഴിച്ചോളാം. ഇപ്പൊ എനിക്ക് നല്ല വൃത്തിക്ക് ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ മാത്രം ഉണ്ടാക്കാം. എന്നാ വാന്നാല് ആവശ്യം ഏതായാലും സ്കൂളിലാക്കി. അപ്പം ഇനിയിപ്പം സ്കൂളല്ലല്ലേ, പ്ലേ സ്കൂളാണല്ലോ അല്ലേ. അപ്പം 11 മണി ആവുകയാണ്. അപ്പൊ ഇനി ഇപ്പോൾ വരുന്നത് വരെ ശരിക്കൊന്ന് കെടുക്കേണ്ടി വരൂലേ. പറയാന്നല്ലാണ്ട് കെടുക്കാൻ ടൈം ഉണ്ടാവില്ലല്ലേ, കെടുക്കാനാവില്ല. ഒന്ന് കെടുക്കാനാകുമ്പോ ഉണ്ടാവും മറ്റോളുണ്ടാവും. നോളെയും കൊണ്ടുവന്നോ. അതല്ല, ഇവക്ക് ഉറങ്ങിയിട്ട് മതിയാണില്ല. എന്താ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഉറങ്ങലല്ല. എന്തിനും പറയുന്നത്. ഞാൻ അങ്ങോട്ടോ പോകുമ്പോഴേക്ക് ഇവിടുന്ന് ഇവർക്ക് വേണ്ടിയ കളിയൊക്കെ കളിക്കുന്നത്. ഞാൻ അങ്ങോട്ട് കേറുമ്പോഴേക്ക് വിടുക. എന്ത് കളിയാണ് ഞാൻ കളിക്കല്? ഇത്ര ആവതില്ലാത്ത ഒരാളിങ്ങനെ എണീക്കോ? സാധനം മനസ്സിലായില്ലേ? ഇത്രേ ഉള്ളൂ, ഇതിന്റെ അധികം ഒന്നും പറയാനില്ല. ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങുന്നവരെങ്ങനെയാണ് ആത്ത കേറുമ്പോഴേക്ക് ഇതാ ഷെഫി ചുണ്ടൊണങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു നേരോ ഉണീക്കിനോ? അപ്പൊ തൊട്ടോക്ക് അറിയാ. തള്ളു കേട്ട് ഇങ്ങക്കും മടുത്തിണ്ടാവും. കണ്ണടിച്ച് ഉറങ്ങലല്ല, കണ്ണടിച്ച് ഓരോന്ന് ആലോചിക്കല. ഞാൻ ഇങ്ങനെ ആലോചിക്കും എന്നാല് ഇവളെ ചുണ്ടൊക്കെ ഉണങ്ങണത് എല്ലാരും നല്ല പണിയെടുത്ത് കഷ്ടപ്പെടുമ്പോണല്ലോ നമ്മളെ വേർപ്പൊക്കെ ചുണ്ടൊക്കെ ഇങ്ങനെ വറ്റി വെള്ളത്തിന് താഴെ വരിക. ഇവള് മൈൻഡോണ്ട് ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെയാണ് ഇവള് കൊയങ്ങണത്. ചിന്ത കുറയ്ക്കാ വേണ്ടി ഇങ്ങനെ ഒരു പള്ളലാലൊക്കെ എന്തിന് അറിയണം വിവരം. ക്ഷമയെ ഇങ്ങക്ക് പള്ളലാവണതും ഞങ്ങൾ ഇത് കാണുന്നതും ഞങ്ങൾക്ക് ഫീലിങ്സ് കൂടുതലായി. ആണുങ്ങള് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യ്. നമുക്ക് ഇതുപോലത്തെ
ഇനി പറയുന്നല്ലേ ഞാനോ ഞാന് എന്നാ പറയും ഇതുപോലത്തെ പിന്നെ എന്താ പറയല് അടക്ക് പെണ്ണുങ്ങള് പ്രഗ്നന്റ് ആയിട്ട് ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് ആണുങ്ങളെ ഉള്ളു എന്ന് പറഞ്ഞാൽ കത്തുക ചെയ്യ കാര്യം നമുക്ക് വല്ല വിഷമങ്ങളും ചില വിഷമൊക്കെ ആവും. കുറച്ച് വെള്ളം കൊണ്ടുപോയി അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾക്ക് വയറ്റിലാകേണ്ട ആവശ്യമില്ല. നിങ്ങളെ ഈ കാര്യം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം. നൊലോളിക്കാനൊന്നും പറഞ്ഞതല്ല. കുറച്ച് വെള്ളം കൊണ്ടുപോയി പാർന്നെടുക്കട്ടെ കത്തുന്നിടത്ത്. അല്ല ഇനി കരിയൊന്നും വേണ്ടട്ടോ, കരിയൊന്നും വേണ്ട. അല്ല കാര്യമാട്ടെ നമുക്ക് നമ്മളെ വൈഫിന് എന്തെങ്കിലും ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ കുടുംബത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഭയങ്കരമായിട്ട് ഒരു വിഷമം ഉണ്ടാവും. പക്ഷെ നമുക്കൊക്കെ ഉണ്ടാവും. അല്ല എനിക്ക് സത്യത്തിൽ ഷെമീന്റെ ഇങ്ങനെ കെടുപ്പൊക്കെ കണ്ടിട്ട് ഞാൻ വിചാരിച്ച് ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല അതിനല്ലോ. അല്ല ഇപ്പൊ അതിന്റെ ആവശ്യമില്ല അങ്ങനെ തോന്നിപ്പോയി. ഇപ്പൊ ആവശ്യം കൂട്ട് എനിക്ക് ഒരു ബേബി വേണമെന്നുള്ളതും ശരിയാണ്. പക്ഷെങ്കിൽ ഷെമിന്റെ കൂടി ആലോചിക്കുമ്പോ ഞാൻ വിചാരിക്കുക എന്നാ പിന്നെ വേണ്ടായി. അങ്ങനല്ല വേണ്ടെന്നല്ല, ഒരു ബുദ്ധിമുട്ട് കണ്ടിട്ടേ ഒരു വിഷമം അത്രേ ഉള്ളൂ. ഒറിജിനലാ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും ഞാൻ പറയല്ല. ഞാൻ പറയുന്നതൊക്കെ ഒറിജിനലാണ്. ഞാൻ പറഞ്ഞില്ല കല്യാണം കഴിച്ചാൽ കൊടുക്കും, കല്യാണം കഴിച്ചാൽ കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ കുടുങ്ങിയോ? കുടുങ്ങിയില്ല. ഇല്ല, ഇപ്പോഴും എനിക്ക് എന്നെ മനസ്സിലായില്ല. കുടുങ്ങിക്കുന്നുള്ള മനസ്സിലായില്ല. ഇതാ പറഞ്ഞത്. ഫുഡ് ഉണ്ടാക്കണ ഞാനല്ലേ. ഞാനിങ്ങനെ 2-3 ദിവസം കൂടുമ്പോ ഓരോരുത്തരെ വിളിച്ച് ഞാൻ എനിക്ക് വാണ്ടി ആക്കി തരികയാണ്. കൂടുമ്പോ മുബാസിന് അറിയാതെ പറയിപ്പിക്കണ്ട. 2-3 ദിവസം കഴിയുമ്പോ ഇവിടെ ആരെയും മുബാസിനെ അറിയാം. മുബാസ് പറഞ്ഞിട്ടെ ആരെ കിട്ടാനില്ല. നിങ്ങൾക്കൊക്കെ അറിയാലോ. നോമ്പ് അടുപ്പിച്ച് ഇന്നലെ ഞാൻ ചേച്ചിനെ വിളിച്ചപ്പോ ചേച്ചി പറഞ്ഞാ നോമ്പ് അടുപ്പിച്ച് വിളിക്കാല്, അല്ലാണ്ട് സ്ഥിരമാണെങ്കിലേ വരൂ എന്നൊക്കെ. ഇതിലേക്ക് തെറിപ്പിക്കല് സ്ഥിരം ഞങ്ങൾക്ക് വേണ്ട. അതിനുള്ള പൈസ ഞങ്ങൾ എടുത്ത് ഇല്ല. അങ്ങനെ നിങ്ങൾ ഇങ്ങനെ ആയാലും ഒരു പണി തരുമ്പോ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കേണ്ടി ചേച്ചി. ഫോണൊന്നും ഇല്ലാത്ത നന്നായി. ചേച്ചിക്ക് ഫോൺ എല്ലാരിയണ്ടിയ ബിരിയാണിയിലേക്ക് ചതുക്കണോ? ബിരിയാണി വെക്കാൻ പച്ചമുളക് അരിയാ ഒക്കെ അവിടെ വെച്ചാ മതി. ചെയ്യണോ? ഒരു സഹായം ചെയ്യണം എന്ന് വിചാരിച്ചിങ്ങനെ ഇവിടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാല് ഇന്നലെ വാങ്ങിയ പുതിയ കത്തിയാട് വെക്കുമേ. ചെറിയ കത്തി പിന്നെ വലിയ മറ്റേ ഇറങ്ങിയ കത്തിയൊക്കെ വാങ്ങിക്കൊണ്ടുവരും വിചാരിച്ചതാക്കുന്നു. ഒരു ഉപകാരം ചെയ്യാന്ന് വിചാരിച്ച് സഹായിക്കാൻ വേണ്ടി നിന്ന് എന്നെ അവിടെ നിരുത്സാഹപ്പെടുത്തി ഞാൻ പിരിച്ചു വിടാൻ പോവുക. അറിയായിട്ടൊന്നല്ല ബിരിയാണി ചരിക്കാടല് നോക്കോനറിയാം. പക്ഷെങ്കിൽ മുറിച്ചിട്ടാ ഞാൻ പറയല്ലോ. അങ്ങനല്ല എന്തേത്താ വെളുന്നാ ഭയങ്കര വിളവനാ. വിളവില്ലാണ്ട് ഇങ്ങോട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. വെളില്ലാണ്ട് വെളെടുത്ത് ജീവിക്കാൻ കഴിയില്ല. സത്യമാണ് അല്ലേ? ഇന്നലെ നല്ല അടിപൊളി ഉണ്ണിയപ്പം കൊണ്ടുപോകും. സാധാരണ ഞാൻ ഉണ്ണിയപ്പം കഴിക്കലില്ല കേട്ടോ. എനിക്ക് നെഞ്ചരിച്ചിലൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല ഉണ്ണിയപ്പം. പക്ഷെ ഈ ഉണ്ണിയപ്പം പറഞ്ഞാ നല്ല സോഫ്റ്റ്. ഇന്നലെ ഈലക്കും സോഫ്റ്റ് ആയിരുന്നു. ഇന്ന് അത്രല്ല. പക്ഷെ ഇന്നലെ ഞാൻ കഴിച്ചു. അടിപൊളി സോഫ്റ്റ് ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി സാധനം ഉണ്ണിയപ്പം. എനിക്ക് ഇഷ്ടമായോ? എനിക്ക് എന്താ വേണ്ടി? എനിക്ക് എന്താ വേണ്ടി? ഞാൻ വാങ്ങി തരും. എനിക്ക് എന്താ വേണ്ടി? കിട്ടണില്ല പറയാൻ. പറയാ എനിക്ക് എന്താ? ഡയമണ്ടിന്റെ ഒരു റിങ്, പിന്നെ ഡയമണ്ടിന്റെ ഒരു നോസ് പിന്നും, പിന്നെ ഒപ്പം വേണ്ട. ഇതൊക്കെ എന്റെ തടിമാര് ടാങ്ക് തോന്നണോ? എന്റെ തടിമേർക്കില്ലല്ലോ ചോദിച്ചെങ്കിൽ വേറെ എവിടെ തടിമേർക്കാ ചോദിച്ചേ? അതല്ല, എനിക്കിപ്പൊ ആവാണ്ട് ഇങ്ങനെ ഡയമണ്ടിന്റെ രാത്രി എടുക്കാൻ എനിക്ക് തോന്നണോ? ഞാൻ പുറത്തോടെ കിടന്നോട്ടെ. ഡയമണ്ടിന്റെ റിങ്ങോ എന്തൊക്കെ വേണ്ടി? ഡയമണ്ടിന്റെ ഒരു നോസ് പിന്നും. ഞാൻ എന്താ അത് ഒഴിവാക്കി. അന്ന് പിന്നെ അതിന്റെ ഉള്ളിൽ ലേബർ റൂം കയറ്റിയപ്പോ ഗോൾഡ് ഒക്കെ ഒഴിവാക്കാൻ പറഞ്ഞു. ഞാൻ എക്കുന്നത് ഒഴിവാക്കി. എന്നാ എനിക്ക് അടുത്ത് അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ പ്രസവം കഴിഞ്ഞിട്ട് നോക്കാം. കാരണം എന്താ വെച്ചാൽ എന്തായാലും ഇപ്പൊ ഇതൊക്കെ ഒഴിവാക്കാനേ വാങ്ങി. അത് അന്നപ്പം വാങ്ങാൻ പറഞ്ഞാൽ എനിക്ക് പുറത്തൊക്കെ ഇറങ്ങാൻ കഴിയൂല. അന്നപ്പാവോ? അന്നപ്പോ നമ്മൾ നോക്കാം കേട്ടോ. നോക്കാന്നാട്ടോ പറഞ്ഞേ. അല്ലാണ്ട് ഒട്ടും പറഞ്ഞില്ല. അതാണ് വാങ്ങൂലെന്നാണ് അതിന്റെ അർത്ഥം. അല്ല നോക്ക. ഇനി പറയുന്നത് ഷെമീന ഡയമണ്ട് ആണ്. അല്ലാണ്ട് ഇനി പറയുന്നത് പൂവമ്പായോ അല്ലെങ്കിൽ മൈസൂർ പായോ ഒന്നും അല്ല. ഇനി പറയുന്നത് ഡയമണ്ടൊക്കെ പറയുന്നത്. എന്ത് വേണമെങ്കിലും ഞാൻ ചോദിച്ചാല് ഒരു എനിക്കും ഇങ്ങോട്ട് ഒരു സ്നേഹം വേണോ? എന്നാ എനിക്കും എന്തെങ്കിലും വാങ്ങിക്കൊണ്ടേ. ഞാൻ ചോദിക്കൂല. അതെന്താ?
ഇവിടെ എന്നോട് പറഞ്ഞ 1-2 കാര്യം അതൊക്കെ ഇല്ലാനോ പൊരേന്ന് ഒഴിവാക്കാൻ നിൽക്കുക അവിടുത്തെ ഇതുകൊണ്ടാണല്ലോ വീട്. എന്നിട്ട് ഇവിടെ തന്നെ ഒഴിവാക്കാൻ നിൽക്കുക. അങ്ങനത്തെ വെക്ക ഡയമണ്ട് പിന്നെന്താ വേണ്ടി റിങ്ങോ പിന്നെന്താ വേണ്ടി ഒരു കാറ് വാങ്ങി തരാം എനിക്ക് ഇങ്ങനെ പോവാന്. എനിക്ക് ഫ്രണ്ട്സിനെയും കൂട്ടി പോവാന് ഫോണൊക്കെ അടിച്ച് ഡ്രൈവറേയും ആണോ നല്ല ലുക്കുള്ള ഡ്രൈവറെ ആക്കി തരാം. എന്നാ എല്ലോ ആയി. പിന്നെ ഞാനൂടി അങ്ങ് പോയി തരാം. അയ്മ തീരോ? അങ്ങനാണെങ്കിൽ 10-20 ലക്ഷം മുടിക്കാനില്ല. 10 ലക്ഷം രൂപ കാറിന് ഡ്രൈവറെ കൂലി അതിനെ കൊടുക്കല്ലോ. പിന്നെ ഇനി ഫ്രണ്ട്സും കൂടി ഒക്കെ കൂടി ഉണ്ടാക്കി കൊടുത്താ മതി. ഓക്കെ അപ്പൊ ഏതായാലും ഇല്ലല്ല എനിക്ക് അങ്ങനത്തെ പൂതിയൊന്നും ഇല്ല. പൂതില്ല അത് ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യനുണ്ടോ? അതല്ല ആഗ്രഹങ്ങൾ അത് പറഞ്ഞ കയ്യെ ഞാൻ എന്നോട് പറയുന്നുണ്ട് ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യനുണ്ടോന്ന്. മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായിട്ടൊന്നല്ല എന്നെ മനസ്സിലാക്കാൻ വലിയ എനിക്ക് ഇപ്പൊ എന്താ മനസ്സിലായേ? അതല്ല ചെമ്മിയായി. ഇനിയിപ്പൊ ചോദിച്ച കാര്യത്തിന് ഞാൻ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. പോട്ടെ അത് മനസ്സിലായിട്ട് അത് വിടി. നമ്മളിപ്പോ എന്താ ഉണ്ടാക്കാൻ പോണേ? ബിരിയാണി ഉണ്ടാക്കി തരും. ഓക്കെ ഓക്കെ. അപ്പൊ ഏതായാലും ഞങ്ങള് ബിരിയാണി ഓർമ്മയില്ല. അപ്പൊ അങ്ങനെ ആയോ? പിന്നെ ഉണ്ടാക്കി തീർക്കുകയാണെങ്കിൽ ടേസ്റ്റിൽ വൃത്തിയിൽ ഉണ്ടാക്കി തീർക്കണം. പകുതിയൊക്കെ ആകുമ്പോ ഞാൻ വീണ് പോണ് ക്ഷീണം എന്നാലും കുറവുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പരിപാടികൾ ഉണ്ട് മുബാസിനും. അപ്പൊ ഞങ്ങൾ അതൊക്കെ ഒന്ന് പോയി സെറ്റ് ആക്കട്ടെ. അപ്പോഴേക്കും ഞങ്ങള് പിന്നെ അതല്ല ആ പരിപാടി അല്ല അറിയാം. ഞങ്ങൾ വായനോട്ടത്തിന് വേണ്ടിട്ടുള്ളത് അത് ഞങ്ങൾ എപ്പോഴൊന്നും പോലും അല്ല പോയി നോക്കി പോരുന്നല്ലാണ്ട് കൂടുതലും ഞങ്ങൾ പണി. ഒരാൾ പറഞ്ഞവര് ഭയങ്കര ഡീസന്റ് അവര് രണ്ടാളെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഇന്നത്തെ കോഴികൾ ഭാഗത്തില്ല വില പറ്റിയാണല്ലോ അങ്ങനെ സംസ്ഥാന അവാർഡ് കിട്ടിയ ആൾ എന്റെ കൂടെ ഉണ്ട്. സംസ്ഥാന അവാർഡ് ആ ഓസ്കാറിനുള്ള ഞങ്ങളെ ട്രെയിനിങ് അപ്പൊ നടന്നുണ്ട് ഇന്റർനാഷണൽ. ഇവനങ്ങനെ പിടിക്കാനില്ല മുബാസും പിന്നെയും പിടിക്കുക. ഇനി വെറുതെ പറയല്ലേ ഇനി എവിടെന്നെങ്കിലും പിടിച്ചു ഞാൻ. ഓക്കെ അപ്പൊ ഒന്നല്ല ഐറ്റിങ്ങളൊരു കാര്യാണോ നാപ്പല്ല പൈസ എല്ലാം മുടക്കിയിട്ടുള്ള ഒരു പരിപാടിക്ക് ഞങ്ങൾ നിൽക്കുകയില്ല. അപ്പൊ ഏതായാലും ഞങ്ങൾ ഇനി പിന്നെ നമ്മള് ചെറിയ പരിപാടികൾ ഉണ്ടാക്കൊന്ന് സെറ്റാക്കി കുറച്ച് പ്ലാനിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ. അപ്പോഴേക്കും ഷെമി ഫുഡ് റെഡി ആക്കട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിക്കുന്ന സമയത്ത് കാണട്ടെ. ഷെമി ഇതാക്കുന്ന ഫുഡൊക്കെ ആക്കി വെച്ച് ഞങ്ങളെ പ്ലാനിങ് ഒക്കെ ഞങ്ങൾ കുറെ ഒക്കെ സെറ്റ് ആക്കി വെച്ച് ഞാനും എന്താ തെർക്കിയോ തെറിയാണോ ഉദ്ദേശിച്ചത്? ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടോ ഷെമി? എന്നിട്ടാണ് ഞാൻ അങ്ങനെ ആക്കിയത്. കാരണം ഞാൻ മസാല ഒക്കെ റെഡി ആക്കി നമ്മൾ ചോറൊക്കെ ആക്കാനൊരു നല്ല തലകറക്കം. സത്യം പറഞ്ഞാൽ ഒന്ന് കുളിച്ചിട്ട് പോലുമില്ല. അങ്ങനെ ഞാൻ തന്നെ കാണിക്കാണ്ട് ക്യാമറ തിരിക്കാണ്ട് വെക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? മെനിയാന്ന് ഞങ്ങള് കഴിഞ്ഞ ദിവസം മന്തി റൈസ് വാങ്ങിയിരുന്നു. അപ്പൊ ഞാൻ ബിരിയാണി ഇല്ല. അപ്പൊ ബിരിയാണിന്റെ മസാലയും മന്തിന്റെ റൈസും അപ്പൊ നമ്മളെ ഇതുപോലെ തന്നെ എന്താ ചെയ്യാ ഷെമി? റൈസ് മെനിയാന്ന് ഞാൻ വാങ്ങിയ റൈസ് കുഴപ്പമൊന്നുമില്ല. സീനൊന്നുമില്ല. എന്തേതാ ഇപ്പൊ ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാര് പഴയതാകുന്നറിയാം. സാലഡും ഉണ്ട്. നമ്മൾ ഇന്ന് ഗൾഫിലാണ്. ഞങ്ങൾ ഇന്നൊരു ദിവസം ഞങ്ങൾ ഗൾഫിൽ പോയപ്പോൾ ഗൾഫ് ബിരിയാണി പ്ലസ് ഷെഫിന്റെ അടിപൊളിയായിരിക്കും. ബിരിയാണി മസാല അല്ല ബിരിയാണിന്റെ മസാലയും മന്തി റൈസും അധികം വേണ്ട കുറച്ച് മതി 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 സാലഡിൽ എന്താ മറ്റേ വെച്ചിക്കണോ? സുർക്ക് വെച്ചില്ലല്ലോ. സെറ്റ് സുർക്ക് വെക്കണം. അല്ല എന്റെ ശരിയാണ്, സത്യമാണ്. എന്റെ മുഖത്തിന്റെ ഷേപ്പ് നല്ല രസമായിട്ടാണ്. അല്ല അത് കാര്യോ. പക്ഷെ ഇവള് ആദ്യമൊക്കെ പറയാനിട്ടോ, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാതാ നല്ലത്. ഒരു കാര്യം പറയാൻ അപ്പൊ നമ്മള് മസാല
മന്തി റൈസ്, ബിരിയാണി മസാല, മന്തി റൈസ്. ഇഷ്ടമല്ലാത്തൊരു പീസാ ലാസ്റ്റ് കൗത്തോ കാലോ. അപ്പൊ ഗൈസ് ഇത് രണ്ടും സൂട്ടാകുമോ എന്നുള്ളത് നമ്മൾ നോക്കാം. കൈ കൈകിക്കുന്ന എനിക്ക് തോന്നുന്നത് ക്ഷമയെ എന്റെ കൈകണ്ടിയതാണ്. ഇങ്ങനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു ഹസ്ബൻഡിനെ കിട്ടിയ എന്റെ ഒരു ഭാഗ്യം. ഒന്നിനും ഒരു പരിഭവവും പരാതിയും ഇല്ല. ഒന്നുമില്ലാത്ത ഞാൻ എപ്പോഴും കുറ്റം പറയാന്നല്ലാണ്ട് നല്ല കാര്യങ്ങൾ ഞാൻ അങ്ങനെ പറയല്ലോ. അതിനെനിക്കൊരു വീഡിയോ 2 വീഡിയോ എപ്പിസോഡൊന്നും മതിയാവില്ല. അത്രയും നല്ലൊരു മനുഷ്യനെ എങ്ങനെ തിന്നിട്ടേണ്ടത്. ഞാൻ വിചാരിച്ചു വെക്കുന്നത് പറ്റിയത്. ഞാൻ പിന്നെ ഒന്നും മിണ്ടാണ്ടിക്കുക പറഞ്ഞോട്ടെ വിചാരിച്ചിട്ട് കാര്യം പറഞ്ഞു അല്ല കേട്ടോ. നല്ല ഉണ്ട്, നല്ലല്ലാത്ത മനുഷ്യന്മാരുണ്ടാവും. എനിക്കിഷ്ടായി. രസമുണ്ട് അല്ലേ? ഒന്നുമില്ലാലും മന്തി റൈസിന്റെ രസമുണ്ട് അല്ലേ? പങ്ങളിതൊക്കെ ഒന്ന് കഴിച്ചു. അതാണ് എന്റെ ഒരു ധൈര്യം. ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതിന്. മന്തി റൈസും ബിരിയാണി മസാലയും ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്കെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഐറ്റമാണ് ഇതില്ലേ. അപ്പോൾ ഏതായാലും നമ്മൾ ആഴ്ചനെ കൂട്ടാനുള്ള ടൈം ആയിരിക്കും. ആഴ്ചനെ കൂട്ടാൻ വേണ്ടി പോകാം. ഫുഡ് കഴിക്കട്ടെ, ദുആ ചെയ്യും അല്ലേ? ഓക്കെ. അപ്പോൾ ബൈ ബൈ, ടാറ്റാ.